സി പി എമ്മിൻ്റെ ഏറ്റവും പ്രമുഖ നേതാക്കളിൽ ഒരാളായ എറണാകുളം ജില്ലയിൽ താമസിക്കുന്ന എം ലോറൻസ് അദ്ദേഹത്തിൻ്റെ 95ാമത്തെ വയസ്സിൽ അന്തരിച്ചു. അദ്ദേഹത്തിന് എൻ്റെ ആദരാഞ്ജലികൾ. എൻ്റെയൊക്കെ ഒരു രാഷ്ട്രീയ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്യാനൊക്കെ തുടങ്ങുമ്പോൾ സ്ഥാനാർത്ഥിയായിരുന്നത് അന്ന് എം ലോറൻസാണ്. അന്ന് അദ്ദേഹത്തെ കണ്ട ഓർമ്മയും സംസാരിച്ച ഓർമ്മയും ഒക്കെ എനിക്കുണ്ട്. അപ്പോൾ അന്ന് അദ്ദേഹത്തോട് നമുക്ക് കുറച്ച് ദേഷ്യമുണ്ടായിരുന്നു ആ പ്രായത്തിലൊക്കെ. കാരണം തൃപ്പൂണിത്തുറ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം മത്സരിക്കുകയാണ്. 1991 എന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് ഏറ്റവും ആദ്യമായിട്ട് അവിടെ നമ്മുടെ കെ ബാബു വന്ന് സ്ഥാനാർത്ഥിയാവുകയാണ്. കോൺഗ്രസിൻ്റെയൊക്കെ ഗ്രൂപ്പിൻ്റെയൊക്കെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് അവിടെ ഒന്നും സീറ്റ് കിട്ടാതെ അദ്ദേഹത്തിന് അത്ര സുരക്ഷിതമല്ലാത്തൊരു സീറ്റായിട്ടാണ് കോൺഗ്രസ്സുകാർ തൃപ്പൂണിത്തുറ കൊടുക്കുന്നത്. ഈ തൃപ്പൂണിത്തുറ കൊടുക്കുമ്പോൾ തൃപ്പൂണിത്തുറ യഥാർത്ഥത്തിൽ ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള CPM വലിയ തോതിൽ ജയസാധ്യതയുള്ളൊരു മണ്ഡലമാണ്. അവിടെ നേരത്തെ ടി.കെ. രാമകൃഷ്ണൻ ജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കർത്ത ജയിച്ചിട്ടുണ്ട്. കർത്ത NDPയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ജയിക്കുന്നത്. ടി.കെ. രാമകൃഷ്ണൻ CPM സ്ഥാനാർത്ഥിയായിട്ടാണ്. ഇങ്ങനെ നിരവധി സ്ഥാനാർത്ഥികൾ അവിടെ ജയിച്ചിട്ടുണ്ട്. ആ മണ്ഡലത്തിലേക്കാണ് യഥാർത്ഥത്തിൽ കെ ബാബു വരുന്നത്. അപ്പോൾ കെ ബാബുവിന് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം ജയിക്കാൻ കാരണം യഥാർത്ഥത്തിൽ എം ലോറൻസ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി അവിടെ കിട്ടിയതാണ്. CPM നേതാവ് എം ലോറൻസ്. എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ എങ്ങനെ നിർമ്മിക്കപ്പെട്ടു എന്നുള്ളത് നമുക്കൊന്നും അറിയില്ല. പക്ഷെ അന്നൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു കേട്ടിരുന്നൊരു കാര്യം ഇദ്ദേഹം ഒട്ടും ജനകീയനല്ലാത്ത ഒരാളാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലുമൊക്കെ തന്നെ ചെന്ന് നമ്മൾ ആളുകളുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ ഈ മതലെഴുതാനൊക്കെ നിൽക്കുന്ന അന്നത്തെ ചേട്ടന്മാരൊക്കെ തന്നെ പലപ്പോഴും നമ്മളോട് പറയും ഈ സ്ഥാനാർത്ഥിക്ക് എങ്ങനെ വോട്ട് ചെയ്യും, ഇത് അത്ര ഒരു ശരിയല്ലാത്ത സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതിലൊക്കെയാണ് അവരൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ അന്നേരമാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഗുട്ടൻസൊക്കെ മനസ്സിലാകുന്നത്. തെരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സരിക്കുമ്പോൾ നമ്മൾ ആക്റ്റീവായിട്ടുള്ള പ്രവർത്തകരാണ് എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് നാട്ടുകാരും നമ്മുടെ അടുത്ത് ഈ സ്ഥാനാർത്ഥിയെക്കുറിച്ച് കുറ്റം പറയുകയോ അല്ലെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് പറയുകയോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തന്നെ വോട്ട് ചെയ്തേക്കാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ CPM എന്തായാലും ജയിക്കും, എം ലോറൻസ് ജയിക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. അന്നൊക്കെ വോട്ടെണ്ണുന്നത് തന്നെ ഒരു വലിയ പ്രോസസ്സാണ്. കാരണം ബാലറ്റ് ആണ് കൈകൊണ്ട് എണ്ണിയാണ് തീർക്കുന്നത്. അപ്പോൾ രാത്രിയൊക്കെ ആവും റിസൾട്ട് എത്താനായിട്ട്. പലപ്പോഴും റേഡിയോയിലൂടെയും അല്ലെങ്കിൽ അന്നൊക്കെ ടെലിവിഷൻ വന്നു തുടങ്ങിയിട്ടുണ്ടെന്നാണല്ലോ ഓർമ്മ. അപ്പോൾ പല ടെലിവിഷനിലൂടെയൊക്കെ മെസ്സേജ് നമുക്ക് കിട്ടുമെങ്കിൽ പോലും ഇന്നത്തെ പോലെ അത്രമാത്രം അപ്ഡേറ്റ് ചെയ്ത് കിട്ടില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ രാത്രി മുഴുവൻ ഉറക്കമിളച്ചിരുന്നു. ഏതാണ്ട് വെളുപ്പിനൊരു ഉറക്കമിളച്ചിരുന്ന ഒരു ഇലക്ഷനാണ് എം ലോറൻസിൻ്റെ ഇലക്ഷൻ. ആ ഉറക്കമിളച്ചിരുന്നതിന് ശേഷം നമ്മൾ അറിഞ്ഞു കെ ബാബു ജയിച്ചു എന്നും ഏതാണ്ട് 5000-ൽ താഴെ വോട്ടിന് അദ്ദേഹം ജയിച്ചു എന്നൊക്കെ അറിഞ്ഞെങ്കിൽ പോലും ഞങ്ങൾക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങളൊക്കെ അന്ന് വളരെ കുട്ടികളാണ്. ഏറ്റവും ഒടുവിൽ അന്ന് നമ്മൾ വലിയ റിസ്ക് എടുത്ത് നമ്മളൊരു 3-4 ഫ്രണ്ട്സും നമ്മളൊക്കെ കൂടി പനമ്പള്ളി നഗറിലെ മനോരമയുടെ ഓഫീസ് വരെ ചെന്നു. ആ മനോരമയുടെ ഓഫീസിൽ ചെന്ന് അവിടെ നിന്ന് അവർ പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ മനോരമയുടെ ഓഫീസിലേക്ക് നമ്മൾ പോകുമ്പോൾ പോലും യഥാർത്ഥത്തിൽ അന്ന് വണ്ടിയിലൊക്കെ ഒരുപാട് പേര് മറ്റേ കോൺഗ്രസ്സിന് ജയ്യൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പറയുന്ന വണ്ടികളിലൂടെ ആളുകൾ കോൺഗ്രസ്സിനും കെ ബാബുവിനൊക്കെ ജയ് വിളിച്ച് പോകുന്നുണ്ട്. പക്ഷേ ഇത് കണ്ടിട്ട് പോലും നമുക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല. കാരണം നമ്മുടെ പ്രായം അതാണ്. നമ്മൾ വിചാരിക്കുന്ന എല്ലാവരും തന്നെ CPM വോട്ട് ചെയ്തിട്ടുണ്ടാവും. കാരണം നമ്മളോട് പറഞ്ഞവരെല്ലാവരും അങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. പിന്നീട് പല ഇലക്ഷൻ പ്രിഡിക്ഷൻസൊക്കെ നടത്താൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. കാരണം നമ്മളിതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ എല്ലാ വിവരവും നമുക്ക് കൃത്യമായിട്ട് കിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയ ഒരു ഇലക്ഷനാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മനോരമയിൽ ചെല്ലുകയും മനോരമയിൽ നിന്നാണ് ഇത് കൺഫേം ചെയ്യുകയൊക്കെ ചെയ്ത് നമ്മൾ വളരെ നിരാശരായി യഥാർത്ഥ സത്യം പറഞ്ഞാൽ വലിയ സങ്കടത്തോടെ നമ്മൾ തിരിച്ചു പോകുന്നതൊക്കെ ഓർമ്മയുണ്ട്. പിന്നീട് ഇദ്ദേഹത്തിനെ കുറിച്ച് നമുക്കൊരു വലിയ മതിപ്പ് തോന്നുന്നത് നമ്മളന്ന് വളരെ ഗൗരവത്തിൽ പത്രവായനയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സമയമാണ്. ഏതാണ്ടൊരു 10th ഒക്കെ കഴിഞ്ഞിട്ടുള്ള 14-15 വയസ്സുള്ള ഒരു പ്രായമാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ഈ ഇദ്ദേഹം എഴുതിയിട്ടുള്ളൊരു അനുഭവ കഥ മനോരമയിൽ അച്ചടിച്ചു വന്നിരുന്നു, മനോരമ പത്രത്തിൽ. അപ്പോൾ അത് വായിച്ചപ്പോൾ എനിക്ക് ഇദ്ദേഹത്തോട് വലിയ ഇഷ്ടം തോന്നി. അതിൻ്റെ കാരണം ഇദ്ദേഹം ഒരു പാർട്ടി മീറ്റിങ്ങിന് എന്തോ പോയിട്ട് തിരികെ വന്ന് എറണാകുളത്ത് വന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിൻ ഇറങ്ങിയിരുന്നു. ആ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെയുള്ളൊരു ഓട്ടോറിക്ഷ പിടിച്ച് യാത്ര ചെയ്യുമ്പോൾ ഓട്ടോറിക്ഷക്കാരനുമായിട്ട് ഇദ്ദേഹം സംസാരിച്ചു. ആ സംസാരിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മസിൽ പിടിക്കുന്ന വലിയ നേതാക്കളുടെ കൂട്ടത്തിലല്ല ഇദ്ദേഹം. അന്ന് പണ്ടും ഇദ്ദേഹം ഞങ്ങളായിട്ട് ഇലക്ഷൻ പ്രചരണത്തിനൊക്കെ വരുമ്പോൾ സംസാരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ കാണുന്ന ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളായിരുന്നു വന്നത്. അപ്പോൾ അതിനുശേഷം ഇദ്ദേഹം ഈ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം ഓട്ടോറിക്ഷക്കാരൻ ഇദ്ദേഹവുമായിട്ട് കുശലാന്വേഷണമൊക്കെ നടത്തി അങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് എത്തി, ഇലക്ഷനിലേക്ക് എത്തിയപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു ഞാൻ CPM കാരനാണ്, സഖാവാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി ഒന്നും വെളിപ്പെടുത്തിയില്ല. ഇദ്ദേഹം ഉടനെ തന്നെ ചോദിച്ചു നിങ്ങളുടെ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചപ്പോൾ അത് തൃപ്പൂണിത്തുറ മണ്ഡലമാണെന്ന് പറഞ്ഞു. അവിടെ എങ്ങനെയാണ്, ആര് ജയിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ഇടതുപക്ഷം ജയിക്കേണ്ടതാണ്, CPM ജയിക്കേണ്ടതാണ്, പക്ഷേ ഞങ്ങളുടെ സ്ഥാനാർത്ഥി വെറും കഞ്ഞിയാണ് എന്നാണ് അയാൾ പറഞ്ഞത്.
അപ്പോൾ ഇത് പറഞ്ഞതിന് ശേഷം അതുകൊണ്ട് ചിലപ്പോൾ കോൺഗ്രസ് എങ്ങാനും ജയിച്ചേക്കുമോ എന്നുള്ള പേടി ഇയാൾ പങ്കുവച്ചു. ഇതിനൊക്കെ ശേഷം പല സൗഹൃദ സംഭാഷണങ്ങളൊക്കെ നടത്തിയതിന് ശേഷം ഏറ്റവും ഒടുവിൽ ഈ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുകയും ഇദ്ദേഹം അവിടെ ചെന്ന് ഇറങ്ങാൻ നിൽക്കുകയൊക്കെ ചെയ്തപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാരൻ ഇദ്ദേഹത്തോട് ചോദിച്ചു പേരെന്താണ് എന്ന് ചോദിച്ചു. അപ്പോഴാണ് നമ്മുടെ സഖാവ് എം ലോറൻസ് അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞത്, ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞ കഞ്ഞിയില്ലേ അത് ഞാനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ ലൈറ്റായി കാര്യങ്ങളെ കാണാൻ തയ്യാറായിട്ടുള്ള ഒരാളായിരുന്നു എം ലോറൻസ് എന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ സഹിഷ്ണുതയും വലിയ മനസ്സുമൊക്കെ വിചാരിച്ച് ഒരു ദേഷ്യമോ കാലുഷ്യമോ ഒന്നും ആ ഓട്ടോറിക്ഷക്കാരനോടില്ലാതെ അദ്ദേഹം ഇത് വളരെ സിമ്പിളായി ആക്സെപ്റ്റ് ചെയ്യുന്നതൊക്കെ ഓർത്ത് എനിക്ക് അന്ന് തന്നെ അദ്ദേഹത്തോട് വലിയ ആദരവ് തോന്നിയിരുന്നു. പിന്നീട് ഞാൻ അദ്ദേഹത്തെ പല ഘട്ടങ്ങളിലുമൊക്കെ കണ്ടിട്ടുണ്ട്. സംസാരിക്കുകയോ വലിയ അടുപ്പമോ പരിചയമോ ഒന്നും ഇല്ലെങ്കിൽ പോലും എൻ്റെ ഒരു ബന്ധു അദ്ദേഹം മരിച്ചപ്പോൾ, നാരായണാശാൻ എന്ന് പറയുന്ന ഒരാൾ മരിച്ചപ്പോൾ അദ്ദേഹം മരണത്തിൽ കാവ്യയുടെ കാണാൻ വേണ്ടി ഇട്ടിരുന്നു. കാരണം ഈ നാരായണാശാനൊക്കെ ടി കെ രാമകൃഷ്ണനൊപ്പമൊക്കെ വർക്ക് ചെയ്തിരുന്ന ഒരാളുകളാണ്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരാളെ കാണാൻ വേണ്ടി ഇദ്ദേഹം വന്നപ്പോൾ എനിക്ക് അന്നും ഓർമ്മയുണ്ട്, എറണാകുളം ജില്ലാ കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ്റെ നേതാവായിരുന്ന ഒരു ജോണാണ്. അപ്പോൾ ജോൺ അന്ന് ഒരു സാധാരണ പണിക്കാരനായി വന്ന് വലിയ സാമ്പത്തിക ശേഷിയിലേക്ക് എത്തിയ ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഏതാണ്ട് ഒരു റെയ്ബാൻ ഗ്ലാസ്സൊക്കെ വെച്ച് നമ്മുടെ ഈ നാരായണാശാൻ്റെ വീട്ടിലെത്തുകയും അദ്ദേഹത്തെ കാണുകയൊക്കെ ചെയ്യുമ്പോൾ പാവം എം ലോറൻസ് സൈഡിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഇദ്ദേഹത്തെ മൈൻഡ് ചെയ്യാൻ പോലും പല ആളുകളും ഒന്നും തയ്യാറായില്ല. അതിൻ്റെ കാരണം അദ്ദേഹം ഏതാണ്ട് പാർട്ടിയിലെ പല വിഭാഗീയതകളും പാർട്ടിയിലെ പലപ്പോഴും ഇദ്ദേഹം വിമതനമൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുത്ത് ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയിരിക്കുന്ന സമയമായിരുന്നു. അതിനു മുമ്പ് ഇദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും അതിനു മുമ്പ് CPM ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ഇതിനെല്ലാത്തിന് ശേഷം അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തിയ ഒരാളാണ്. അപ്പോൾ അതിനുശേഷമാണ് അദ്ദേഹത്തെ തരം താഴ്ത്തി ഈ പറയുന്ന ഏരിയ കമ്മിറ്റിയിലേക്ക് ഇടുന്നത്. അപ്പോൾ അങ്ങനെ ഏരിയ കമ്മിറ്റിയിലേക്കുള്ള ഒരാൾ, അതിനു മുമ്പ് അദ്ദേഹം എനിക്ക് തോന്നുന്നു അതിന് മുമ്പാണോ പിമ്പാണോ എന്നറിയില്ല LDFൻ്റെ കൺവീനറും ആയിരുന്നു. അപ്പോൾ അതിനൊക്കെ ശേഷം അദ്ദേഹം ഈ പറയുന്ന അവിടെ വന്ന് നിൽക്കുകയും അദ്ദേഹം അതൊന്നും മൈൻഡ് ചെയ്യാതെ വളരെ സിമ്പിളായി ആ മരണ വീട്ടിൽ കുറേ സമയം ചെലവഴിച്ചതിന് ശേഷം തിരികെ പോവുകയൊക്കെ ചെയ്തു. പക്ഷേ പിന്നീടും അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലൊക്കെ തന്നെ അന്നത്തെ CPM എന്നൊക്കെ പറയുന്നത് ചില ചടങ്ങുകൾ നടത്താൻ പള്ളിയിൽ പോണോ വേണ്ടോ എന്നുള്ള ചർച്ച പോലും അത് പാർട്ടിയോട് അനുമതി മേടിച്ചുകൊണ്ട് മാത്രം നടത്താവുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്നുള്ളത് കൂടി ആലോചിക്കണം. അപ്പോൾ അത്തരത്തിൽ എൻ്റെ ഓർമ്മകൾ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വളരെ ചെറുപ്പത്തിലെ ഞാൻ കണ്ടൊരു വലിയ നേതാക്കളിൽ ഒരാളാണ് എം ലോറൻസ്. വളരെ ലാളിത്യത്തോടുകൂടി വളരെ ലളിതമായി നമ്മളോടൊക്കെ സംസാരിക്കുകയും കുശലാന്വേഷണം നടത്തുകയും പിന്നീട് നേരത്തെ പറഞ്ഞ ഓട്ടോറിക്ഷക്കാരൻ്റെ കഥ കൂടി വായിച്ചപ്പോൾ അദ്ദേഹം വളരെ ലൈറ്റായി സഹിഷ്ണുതയോട് കാര്യങ്ങളെ കാണുകയും ചെയ്യുന്ന ഒരാളാണെന്ന് നമുക്ക് തോന്നി. ഇതൊക്കെ പറയാൻ കാരണം നമ്മുടെ പല നേതാക്കന്മാരുമൊക്കെ ആ സമയത്ത് അങ്ങനെയായിരുന്നില്ല. ഒരു കാർക്കശ്യത്തിൻ്റെ ആൾരൂപമായിരുന്നു. പലപ്പോഴും എറണാകുളം ജില്ലയിൽ ഈ പറയുന്ന പാർട്ടി വളർത്തുന്നത് മാത്രമല്ല, പാർട്ടിയുടെ പോഷക സംഘടനകളായിട്ടുള്ള ട്രേഡ് യൂണിയനുകളെ സംഘടിപ്പിക്കുന്നതിലുമൊക്കെ തന്നെ എം ലോറൻസ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം പല പഴയ ആളുകളെയും ഒക്കെ മറക്കാത്ത ആളുകളാണ്. അതായത് ദിവാകരൻ എന്നൊക്കെ പറയുന്ന ഒരു ടൈലർ ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ആളുകളെക്കുറിച്ച് പോലും അദ്ദേഹം വൈറ്റ്ലയിൽ വന്ന് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ പ്രസംഗിക്കുന്നത് കേട്ടുകൊണ്ടിരുന്ന ആളുകൾ പറഞ്ഞു, ഈ ഇരിക്കുന്നതാണ് ദിവാകരൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ചൂണ്ടിക്കാണിക്കേണ്ടായി. എന്ന് പറഞ്ഞാൽ നേരത്തെ മുതൽ വളരെ ത്യാഗപൂർണമായ ഒരു ജീവിതം നയിച്ചിട്ടുള്ള ഒരാളാണ് എം ലോറൻസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അദ്ദേഹം ജനകീയനായില്ല എന്നറിയില്ല. പലപ്പോഴും ഇമേജുകൾ ഡെവലപ്പ് ചെയ്യുന്നത് പല പെർസെപ്ഷനുകളിൽ നിന്ന് പല ആളുകൾ പറഞ്ഞന്ന് ഡെവലപ്പ് ചെയ്യുന്നതായിരുന്നു. ഇന്നത്തെ പോലെ PR വർക്കോ മാധ്യമങ്ങളുടെ സ്വാധീനമോ സോഷ്യൽ മീഡിയയുടെ സ്വാധീനമോ ഒന്നും അന്നില്ല. പക്ഷെ അല്ലാതെ പോലും ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു ഇമേജിലേക്ക് എത്തിയത് എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. എന്താണെങ്കിലും അത്രമാത്രം LDFൻ്റെ കൺവീനറായിരുന്ന വലിയ നേതാവായിരുന്ന അദ്ദേഹം പിന്നീട് ഇപ്പോൾ വർഷങ്ങളായിട്ട് അദ്ദേഹം ആക്റ്റീവായിട്ട് രാഷ്ട്രീയത്തിലോ CPMൻ്റെ പ്രവർത്തനങ്ങളിലൊന്നുമില്ല, അസുഖബാധിതനായിരുന്നു. പിന്നീട് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മകളും മകനുമൊക്കെ BJPയിൽ ചേരുന്നു എന്ന് പറയുന്ന വാർത്തയും ചില CPMനെതിരെയൊക്കെയുള്ള മകൾ പറഞ്ഞിട്ടുള്ള പല വിവാദങ്ങളുമൊക്കെയാണ്. എന്താണെങ്കിലും അതൊന്നും നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എം ലോറൻസ് എന്ന് പറഞ്ഞ ഞാൻ ഏറ്റവും ആദ്യം കണ്ട ഒരു വലിയ നേതാവിന് എൻ്റെ ആദരാഞ്ജലികൾ. അവരുടെ കുടുംബത്തിൻ്റെയും അതുപോലെ സുഹൃത്തുക്കളുടെയും ഒക്കെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു.